നമുക്കുണ്ടല്ലോ പെട്ടെന്നൊരു ചോക്ലേറ്റ് ഡെസേർട്ട് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വേഗം കിച്ചണിൽ പോയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട്, ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ കൂടുതൽ ഫാൻസി ആയിട്ട് ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല. നോർമലി നമ്മളെ കിച്ചണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണമെന്ന് നോക്കി നോക്കാം. അപ്പൊ ആദ്യം വേണ്ടത് നമുക്ക് പാല് തന്നെയാണ്. 1 കപ്പ് പാല് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോർമലി നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആ ചോക്ലേറ്റ് എടുക്കുക. ഞാൻ ഇവിടെ 50 ഗ്രാമിന്റെ ഡയറി മിൽക്ക് ചോക്ലേറ്റിൽ അതിങ്ങനെ സ്ക്വയർ പീസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. അതിൽ ഞാൻ 7 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ഒറിയോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒറിയോ ബിസ്ക്കറ്റിന്റെ ക്രീമൊക്കെ മാറ്റിയിട്ട് അതിന്റെ ആ ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ട് പൊടിച്ചു വെച്ചതാണ്. മിക്സിയിൽ ഇട്ടിട്ടില്ല, ഞാൻ ഈ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ട് ഒരു പാക്കറ്റ് ഇട്ടിട്ട് പൊടിച്ചു വെച്ചതാണ്. അതുണ്ട്. പിന്നെ വേണ്ടത് ഇതെന്താ വെച്ചാല് ഞാൻ 1 ടീസ്പൂൺ കോഫി, ഞാൻ എന്റെ കയ്യില് നെസ്കഫയുടെ കോഫി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ 1 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം, അത് അലിയാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചിട്ട് അലിയിച്ച് വെച്ചതാണ്. അത് വേണം നമുക്ക്. പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ്. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പാല് വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ പാൽ എപ്പോഴാണ് എടുക്കുക വെച്ചാല് നമ്മൾ പാല് ചൂടാക്കാൻ വെച്ച സമയത്ത് അതിൽ നിന്നാണ് കുറച്ച് എടുത്തിട്ട് ഇത് മിക്സ് ആക്കുക. അപ്പോൾ കോൺഫ്ലവർ ഞാനിവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആയിട്ട് വേണ്ടത് ഷുഗർ ആണ്. 1 ടേബിൾ സ്പൂൺ ഷുഗർ ആണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ ഡെസേർട്ട് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ സോസ് പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പാലൊന്ന് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ നമ്മുടെ കോൺഫ്ലവർ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ അതിലേക്ക് 2-3 സ്പൂണ് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അരിഞ്ഞു വരുമ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഫിയുടെ മിക്സ് ആണ്. നമുക്കിതിലേക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കുണ്ടല്ലോ ഞാനൊരു ചെറിയൊരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഡെസേർട്ട് എന്തായാലും നല്ല മധുരമായിരിക്കുമല്ലോ, അപ്പൊ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് മെല്ലെ മെല്ലെ ആഡ് ചെയ്യാം. ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഈ ഒരു കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം ഞാൻ ഗ്യാസ് സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഗ്യാസ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കോൺഫ്ലവറൊക്കെ കട്ട കെട്ടിയിട്ട് പിന്നെ ഒന്നിനും കൊള്ളില്ല നമ്മുടെ ഡെസേർട്ട്. അപ്പോൾ നമ്മുടെ കോഫി കസ്റ്റേർഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിൽ ചോക്ലേറ്റ് എവിടെയാണല്ലേ? ചോക്ലേറ്റ് ഉണ്ട്. ഇത് നമ്മൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാ ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസിൽ നിന്ന് എടുത്താടും ഈ ഒരു കോഫി കസ്റ്റേർഡിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇതിലേക്ക് പെട്ടെന്ന് അലിഞ്ഞു കിട്ടില്ല. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റും ഇതിൽ മെൽട്ടായിട്ട് വരും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ ചൂടും മാറിക്കിട്ടും. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഇതിൽ നന്നായിട്ട് മെൽട്ടായിട്ട് നമ്മുടെ കസ്റ്റേർഡിന്റെ കളറൊക്കെ നല്ല ചോക്ലേറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റേർഡൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ ചെറിയ ഇങ്ങനത്തെ ബൗൾസ് ഉണ്ട്. അപ്പൊ ഇതിലാണ് ഞാൻ എൻ്റെ ഡെസേർട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വലിയ ഗ്ലാസ് ആണെങ്കിൽ ഏതിലും സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ലെയർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ 3 കപ്പിലായിട്ട് നമ്മളെ ഡെസേർട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. ചെറിയ നമ്മളെ ഈ കിച്ചണിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് ആര് കണ്ടാലും പറയില്ല. ഒരു പ്രൊഫഷണൽ ടച്ച് എന്തായാലും ഉണ്ട് കാണുമ്പോൾ. അപ്പൊ ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഒരു 1 to 2 hours ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡെസേർട്ട് റെഡിയാണ്, കഴിക്കാൻ പറ്റും. അപ്പോൾ ഒരു 1 to 2 hours നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1.5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കുണ്ടല്ലോ ഇതിൽ സ്പൂൺ ഇടാൻ തന്നെ തോന്നുന്നില്ല, അത്രയും നല്ല ഭംഗിയായിട്ട് കാണാം. പെർഫെക്റ്റ് ചോക്ലേറ്റ് ഡെസേർട്ട് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരും ചോക്ലേറ്റ് ലവേഴ്സ് ആയിട്ടുള്ളവരും പെട്ടെന്ന് പോയിട്ട് ട്രൈ ചെയ്തോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.